എന്തൊക്കെയുണ്ട് വിശേഷം? യെസ്, ഒരു ഗുഡ് ന്യൂസ്, ഹാപ്പി ന്യൂസ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യാമെന്നാണ്. ഒരു ഡബിൾ ജാക്ക് പോട്ട് ഉണ്ട്. നമുക്കറിയാം ഈ മാസങ്ങളിൽ ഓപ്പൺ ആവുന്ന, അതായത് ഒരു ഏജൻസി ഇല്ലാതെ, ഒരു തട്ടിപ്പില്ലാതെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ആകെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അതിനകത്ത് ഒന്ന് YPS ആണ്, 2 വർക്കിംഗ് ഹോളിഡേ വിസയാണ്, 3 മെയ്റ്റ്സ് ആണ്. ഓക്കെ, കാരണം ഇതിലാണ് കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത്. നമുക്കറിയാലോ YPSൽ എത്ര പേരാണ് ഇത്രയും നാൾ കൊണ്ട് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വർക്കിംഗ് ഹോളിഡേ വിസ ആണെങ്കിലും 100 മേലിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും സെലക്ഷൻ കിട്ടി. അതിനകത്ത് 55 മേലെ ആൾക്കാർ പോയി. മെയ്റ്റ്സിലും അതേപോലെ തന്നെ അത്യാവശ്യം ആളുകൾ വന്നു, ആളുകൾ കിട്ടി, ആളുകൾ പോയി. മെയ്റ്റ്സ് 2 years ആണ്. നമുക്കൊരു വർക്കിംഗ് ഹോളിഡേ വിസ 12 monthsന്റെ ആണ് നമുക്ക് വർക്കിംഗ് ഹോളിഡേ വിസ. അതുപോലെ നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം അറിയാമല്ലോ, 2 yearsന്റെ ആണ്. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക. സ്വാഗതം. ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്, അതുകൊണ്ടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊന്നും വിചാരിക്കരുത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല, കാരണം ഇവിടുത്തെ നെറ്റ്വർക്കൊക്കെ വൻ ശോകമാണ്. ഞാൻ മീൻസ് വൈഫിൻ്റെ ഡെലിവറി പരിപാടി. അപ്പോൾ കുട്ടി മീൻസ് ജനിച്ചു, ആൺകുഞ്ഞാണ്. സോ ഒരു സന്തോഷ വാർത്ത ഞാൻ മുന്നേ ഷെയർ ചെയ്യുവാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സന്തോഷ വാർത്തയുടെ ഇടയിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം YPS നമ്മുടെ വർക്കിംഗ് ഹോളിഡേ വിസ ഓസ്ട്രേലിയയുടെ ഇന്നലെ 24-ാം തീയതിയാണ്. ഞാൻ ആക്ച്വലി ഹോസ്പിറ്റൽ ലോക്ക് ആയതുകൊണ്ട് എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ വർക്കിംഗ് ഹോളിഡേ വിസയുടെ ഒരു നല്ലൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മാസത്തോളം ഇത് ഓപ്പണായി കിടക്കും. ഏകദേശം ഒരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു വർക്കിംഗ് ഹോളിഡേ വിസ 10-20 ദിവസത്തോളം ഓപ്പണായി കിടക്കുന്നുണ്ട്. തന്നെ നിങ്ങൾ ഹറിബറി ആയിട്ടൊന്നും കയറി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താ പറയാ, ഈ വർക്കിംഗ് ഹോളിഡേ വിസ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ YPS പോലെ ഒരിക്കലും ഫ്രീ ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, പോയി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഗ്രൂപ്പിന്റെ ലിങ്ക് താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം ജോയിൻ ചെയ്യാം വർക്കിംഗ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ മെയ്റ്റ്സ് ഓപ്പൺ ആകുമ്പോഴും നമ്മൾ പുതിയ ലിങ്കുകൾ ഇടും. നമ്മൾ ഫുൾ സർവീസ്, അതായത് നിങ്ങൾക്ക് വിസ ഫയലിംഗ് ഉൾപ്പെടെ പരിപാടികളൊക്കെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെയ്ഡ് സർവീസുകളാണ് കൊടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിട്ടിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ 1000 പരിപാടികൾ ചെയ്യുന്നതുകൊണ്ട് ഫുൾ ടൈം അതിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടികൾ തരാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കി ചെയ്യാനാണ് ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഒരുപാട് പേർക്ക് ആരുടെയെങ്കിലും സഹായം വേണം. ഏതെങ്കിലും ഒരു ഏജൻസിയിൽ പോകുന്നതാണ് പൊതുവെ പതിവ്. അപ്പോൾ നമ്മൾ ആ പതിവ് ആക്ച്വലി നമ്മൾ മാക്സിമം പേർക്ക് പറഞ്ഞു കൊടുത്തു, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട, ലിങ്ക് എന്താണ്, കാര്യങ്ങൾ, അതിനുശേഷം വിസ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ആളുകൾക്ക് സഹായം വേണ്ടുകൊണ്ട് തന്നെ നമ്മളതിനെ ഹയർ ചെയ്ത് ഫുൾ വിസ ഫയലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സഹായവും കാര്യങ്ങളൊക്കെ നമ്മുടെ താഴത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിലേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് മാറ്റും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇനി വർക്കിംഗ് ഹോളിഡേ വിസയിലേക്ക് വരാം. മെയ്റ്റ്സ് അറിയാമല്ലോ, മെയ്റ്റ്സ് നമുക്കറിയാം 2 yearsന്റെ വിസയാണ്. നമുക്ക് ഒരു സർട്ടൺ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് മെയ്റ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ വർക്കിംഗ് ഹോളിഡേ വിസ അങ്ങനെയല്ല. ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് IELTS വേണ്ട, ഏതെങ്കിലും ഗ്രാജുവേഷൻ മതി. കഴിഞ്ഞ പ്രാവശ്യം വർക്കിംഗ് ഹോളിഡേ വിസയിൽ പോയവർ കുറച്ച് പേർക്ക് ജോലിയായി എന്ന് പറഞ്ഞിട്ടുള്ള, ബാക്കിയുള്ളവരുടെ കേസ് നമ്മളുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, അവരവരുടെ സാമ്രാജ്യത്തിൽ ബിസിയാവും. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ സാമ്രാജ്യത്തിൽ നമ്മൾ ഓൾറെഡി ബിസിയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരുമായിട്ട് കണക്ഷനില്ല. ചിലർ അവിടെ എന്താ പറയുക, ജോബായി എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് ജോബ് അന്വേഷിക്കാം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചെയ്യാം. നല്ല ടെക്നിക്കൽ സ്കിൽസ് ഉള്ള, നോളേജ് ഉള്ള ആളുകളൊക്കെ പോവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. എനി ഡിഗ്രി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ മെയ്റ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം IELTSന്റെ ആവശ്യമില്ല. IELTSന്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയ്റ്റ്സ് ഇത് വർക്കിംഗ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ വളരെ കുറവ്, ഒരു 1000 വിസയൊക്കെ ഒരു അത്രയൊക്കെ ഉള്ളൂ ഇതിന്. അപ്പോൾ കുറച്ച് വിസകളേ ഉള്ളൂ, നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം 55 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 വിസയ്ക്കുള്ളിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കൂടുതലും 7 സെലക്ട് ആയിട്ടുണ്ട് അതിനകത്ത്.
യെസ്, അപ്പോൾ ഇതിനകത്ത് ഇതാണ്. പിന്നെ 5000 ഓസ്ട്രേലിയൻ ഡോളർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട്. ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് താഴെ 2,88,000 എങ്ങാണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്, ബാലറ്റിന് ഏകദേശം 1,500 രൂപയ്ക്ക് താഴെ, അതായത് ഇന്ത്യൻ മണി 1,500 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് 25 ഓസ്ട്രേലിയൻ ഡോളറാണ് ബാലറ്റ്. നമ്മുടെ YPS പോലെ ഫ്രീ അല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ ആ പൈസ പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് ലോട്ടറിയാണ്, ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പോൾ എത്ര ആൾക്കാർ കയറിപ്പോയിരിക്കുന്നതൊക്കെ ഒരു ലോട്ടറിയിലൂടെ കയറിപ്പോയിരിക്കുന്നത്. ആർക്കും ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് കൊണ്ട് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് വൺ ഫസ്റ്റ് സർവ് അങ്ങനെയൊന്നുള്ള പരിപാടികളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കാം. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, മേറ്റ്സ് പോലെ ഇന്ന ഡിഗ്രി എന്നില്ല. അതാണ് ട്രൈ ചെയ്യുക. ഓസ്ട്രേലിയ അത്യാവശ്യം ഭയങ്കര നല്ലൊരു കൺട്രിയാണ്. പലരും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കൺട്രിയാണ്, പല വഴിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കൺട്രിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി UK ഇപ്പോൾ PSW നിൽക്കുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ PSW കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇത്രയും ലോണും കടമൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ട്രൈ ചെയ്യുക. മേറ്റ്സിലും ട്രൈ ചെയ്യുക. ഓക്കെ, YPSലും ട്രൈ ചെയ്യുക. ഓക്കെ, ഇതാ ഡബിൾ ജാക്ക്പോട്ട് ഇതാണ് കേട്ടോ. YPS നമുക്കറിയാലോ ഈ മാസം ജൂലൈ 22 ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അത് ഡിഗ്രിക്കാർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഡബിൾ ജാക്ക്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. YPS പോലെ തന്നെ വർക്കിംഗ് ഹോളിഡേ വിസയും നമുക്ക് എന്താ പറയുക ബാലറ്റിലൂടെ ഇടാൻ പറ്റും. ബാലറ്റ് ഓപ്പൺ ആണ്. ഇതാണ് ബാലറ്റ് ഓപ്പൺ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. വേണമെങ്കിൽ അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് സപ്പോർട്ടുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വന്നിട്ട് പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഏതെങ്കിലും അഡ്മിന്മാരെ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഗ്രൂപ്പിലല്ല, ഏതെങ്കിലും അഡ്മിന്മാർക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെതായിട്ടുള്ളൊരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് സർവീസ് വേണമെങ്കിൽ അതിനകത്ത് ചോദിക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ വർക്കിംഗ് ഹോളിഡേ വിസ ഓപ്പൺ ആണ്. ഞാൻ അധികം വലിച്ചു കിട്ടി പറയാനില്ല, വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് അധികം സമയമില്ലാത്തതുകൊണ്ടും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ഇതേപോലത്തെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുമ്പോൾ. കാരണം നിങ്ങൾ മിസ്സാകാതെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നില്ലേ ഞാൻ. അപ്പോൾ ഇതെവിടെ കിട്ടും? കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.